ദന്തേവാഡ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടുന്നത് നന്നായിരിക്കും. ഛത്തീസ്ഗഡിലെ സതേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റാണ് ദന്തേവാഡ. അതിനപ്പുറം ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റ്, വേറൊരു സൈഡിൽ ഒറീസയിലെ മൽക്കാൻഗിരി ഡിസ്ട്രിക്റ്റ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ 3 ഡിസ്ട്രിക്റ്റുകളും 3 സ്റ്റേറ്റുകളും കൂടുന്ന ഈ ജോയിൻറ്റിലാണ് ഏറ്റവും കൂടുതൽ നക്സലിസം ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 70s-ലും 80s-ലും നക്സൽസ് ഏറ്റവും സ്ട്രോങ് ആയിരുന്നത് ആന്ധ്രാപ്രദേശിലായിരുന്നു. 1986-ൽ ഈ നക്സൽ മെനസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ആന്ധ്രാപ്രദേശ് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ രൂപീകരിച്ചു. അതാണ് ഗ്രേ ഹൗണ്ട്സ് എന്നറിയപ്പെടുന്ന ആ ഫോഴ്സ്. അവർക്ക് വളരെയധികം ഫ്രീഡം ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അവരും നക്സൽസുമായിട്ട് ആ സമയങ്ങളിൽ 70s-ലും 80s-ലും 80-യുടെ അവസാനം വരെയും ഭയങ്കരമായ എൻകൗണ്ടേഴ്സ് ഉണ്ടായി. ഒരുവിധ നക്സൽസിനെ അവർ ശരിക്കും ഉന്മൂലനം ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷേ നക്സൽസിൻ്റെ റിയാക്ഷനും ഭയങ്കരമായിരുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് VIPs-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 90 എൻഡിൽ അവിടുത്തെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ അവർ ഹൈദരാബാദിൽ വെച്ച് തന്നെ ബോംബ് വെച്ച് കൊലപ്പെടുത്തി. അത് ഒരു അത്ഭുതകരമായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. കാരണം ഇലക്ഷൻ ക്യാമ്പയിനിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കാർക്കേഡിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് പുതിയ പാലത്തിനും മുകളിൽ വെച്ച് തന്നെ ബോംബിൽ അദ്ദേഹത്തിനെ വകവരുത്തി. അത് പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് വെള്ളം പാലത്തിൽ നിന്ന് ഒലിച്ചു പോകാനുള്ള ആ ഡ്രെയിനേജ് ഒരു ലൈനുണ്ട്. ആ ലൈനിൽ കൂടി ഇലക്ട്രിക് ലൈൻ വലിച്ച് ആരും കാണാത്ത രീതിയിൽ അതിനെ മൂടി. എന്നിട്ട് ഒരു സ്ഥലത്ത് വിസിബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നിട്ട് ഈ കാർക്കേഡ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തു. അത് രാത്രിയായിട്ട് പോലും കറക്റ്റായിട്ട് ആ മിനിസ്റ്ററുടെ കാർക്കേഡിനെ ടാർഗറ്റ് ചെയ്യാനും ആ മിനിസ്റ്ററെ കൊല്ലുവാനും അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ വീണ്ടും അവരുടെ ടാർഗറ്റ്സ് ഓൾവേസ് സീനിയർ ലീഡേഴ്സ് ആയിരുന്നു. 2000-ന് ശേഷം 2003-ലാണെന്ന് തോന്നുന്നു, ചന്ദ്രബാബു നായിഡു ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയം അദ്ദേഹം തിരുപ്പതിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് 9 ക്ലേമോർ മൈനുകളുടെ ഒരു ശൃംഖല തന്നെ അദ്ദേഹത്തിൻ്റെ കാർക്കേഡിനെതിരെ അവർ പ്രയോഗിച്ചു. ഈ ക്ലേമോർ മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ കുഴിച്ചിരുന്ന മൈനല്ല. അവർ ആ പോകുന്ന വഴിക്കുള്ള മരങ്ങളിലും മരത്തിൻ്റെ ബ്രാഞ്ചസിലും എല്ലാം ഡയറക്ഷണൽ മൈൻസ് ഉപയോഗിച്ച് ഒരു സമയത്ത് തന്നെ അതെല്ലാം കൂടെ എക്സ്പ്ലോഡ് ചെയ്തു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇത്ര ശക്തമായിരുന്നു. ചന്ദ്രബാബു നായിഡു സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് കാർ അത് നിലത്തുനിന്ന് പൊങ്ങി മറിഞ്ഞു. ആ ബുള്ളറ്റ് പ്രൂഫ് കാർ അല്ലായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ തീർന്നു പോയേനെ. ഇഞ്ചുറീസോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അതിനകത്ത് മരിച്ചു. അങ്ങനെയെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നക്സലിസം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആന്ധ്ര. പക്ഷേ ഈ ഗ്രേ ഹൗണ്ട്സിൻ്റെ വരവോടുകൂടി അവർ ബാക്ക് ഫൂട്ടിലായി. ഗ്രേ ഹൗണ്ട്സ് ഭയങ്കരമായിട്ട് അവരെ ചേസ് ചെയ്തു. അവരുടെ ഓപ്പറേഷൻസ് ആന്ധ്രയിൽ ഓൾമോസ്റ്റ് ഇല്ലാതെ തന്നെയാക്കി. ഇപ്പോൾ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിനോടും അല്ലെങ്കിൽ ഒറീസയോടും ചേർന്നിരിക്കുന്ന ഈസ്റ്റ് ഗോദാവരിയിൽ മാത്രമാണ്. അവിടെ അവർ അധികം ഓപ്പറേറ്റ് ചെയ്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സേഫ് ഹാവനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ വലിയ ഇൻസിഡൻറ്റ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൽക്കാൻഗിരി ഒറീസയിൽ വലിയ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് വിഡ്രോ ചെയ്ത് സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിനെ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 കൂടുന്ന ജംഗ്ഷനിൽ ഛത്തീസ്ഗഡിലേക്ക് അവർ ഇത് വ്യാപിപ്പിച്ചു 80s-ന് ശേഷം. അന്ന് ഛത്തീസ്ഗഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നു. വലിയ ഒരു ഡിസ്ട്രിക്റ്റ്, കേരളത്തിനോളം വലിപ്പമുള്ള ബസ്തർ ഡിസ്ട്രിക്റ്റിലായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ. അവിടെ ഡെവലപ്മെൻറ്റ്സ് ഇല്ലായിരുന്നു, അവിടെ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു, അവിടെ പോവേർട്ടി ഉണ്ടായിരുന്നു, ജോബ് ഇല്ലായിരുന്നു. അതെല്ലാം കൊണ്ട് സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാൻ നക്സൽസിന് വളരെ ഈസി ആയിട്ട് സാധിച്ചു. അങ്ങനെ അവരുടെ നക്സലിൻ്റെ റൂൾ നടക്കുന്ന ആ സമയത്താണ് CRPF ആദ്യമായിട്ട് അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ സൈമിൾട്ടേനിയസ്ലി വേറൊരു ബറ്റാലിയനും കൂടെ ഛത്തീസ്ഗഡിൽ ഇൻഡക്റ്റായി.
എൻ്റെ ബറ്റാലിയൻ ചെന്ന സമയത്ത് തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു യൂണിറ്റ്, അത് ദന്തേവാഡയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ നോർത്തിലുള്ള നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരെ വിന്യസിച്ചത്. നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലവും ഈക്വലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവിടെയും വളരെയധികം നക്സൽ ആക്ടിവിറ്റീസും നക്സൽ ഇൻസിഡൻസും നടന്നിരുന്നു. അവിടെ ആ ബറ്റാലിയനുമായിട്ട് വന്നതും ഒരു മലയാളി ഓഫീസറായിരുന്നു, ശ്രീ VT മാത്യു എന്ന് പറയുന്ന ഓഫീസർ. അവിടുത്തെ ഏകദേശം 6 മാസം മാത്രമാണ് ഞാൻ അവിടെ ആ സമയത്ത് ഇൻഡക്റ്റ് ചെയ്തതിന് ശേഷം ഛത്തീസ്ഗഡിൽ ജോലി ചെയ്തത്. അതിനുള്ളിൽ ഞങ്ങളുടെ ബറ്റാലിയനുകളിൽ, ഞങ്ങളുടെ കമ്പനികളിൽ ഇൻസിഡൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായില്ല. ഒരു വലിയ റിക്കവറി ഞങ്ങളുടെ ഒരു കമ്പനി നടത്തി, ഒരു വലിയ ഇൻസിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഞങ്ങളുടെ ദന്തേവാഡയിൽ നിന്നും ഒരു 100 കിലോമീറ്ററോളം സൗത്തിൽ കോണ്ട എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ, അതിന് ഉള്ളിൽ ജംഗിളിലേക്ക് ഇവരുടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പട്രോളിംഗ് ഡെയിലി ബേസിസിൽ ഞങ്ങളുടെ CRPF ഒരു കമ്പനി നടത്തുമായിരുന്നു. ആ ഒരു ഏരിയ ഡോമിനേഷൻ എന്നുള്ള രീതിയിലാണ്. അത് അവരുടെ താവളങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അവരെ അറ്റാക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഏരിയ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ എ റെഗുലർ ബേസിസിൽ നമ്മളുടെ കമ്പനികൾ ഒരു 10-60 പേരുടെ ഒരു ടീം ജംഗിളിൻ്റെ ഉള്ളിലേക്ക് പോവുകയും പല വഴികളിൽ കൂടി പോവുകയും പല വഴികളിൽ കൂടി തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ പല വഴികളെന്ന് പറഞ്ഞാൽ അവിടെ വഴിയൊന്നുമില്ല, എല്ലാം ഈ നടപ്പ് വഴികൾ മാത്രമേ ഉള്ളൂ. ടാറിട്ട റോഡുകളൊന്നുമില്ല, വീതിയുള്ള റോഡുകളില്ല. അതുകൊണ്ട് ചെറിയ പാതകളെ തന്നെ അവർക്ക് ഫോളോ ചെയ്യേണ്ടി വന്നു. അവരുടെ ആ പട്രോളിംഗ് അത് നക്സൽസ് വീക്ഷിച്ചു. അവർ ഓരോ ദിവസവും പോകുന്നതും വരുന്നതുമായ പാത അവർ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പട്രോളിംഗ് കഴിഞ്ഞ് തിരിച്ച് ഇവരെല്ലാം ഒരു ലൈനായിട്ടാണ് വരുന്നത്. ഏകദേശം 50-60 പേരുള്ള ഒരു സിംഗിൾ ലൈനിൽ, സിംഗിൾ ഫയലിൽ അവർ മൂവ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ കമാൻഡർ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻ്റാണ്. അദ്ദേഹം നല്ലപോലെ ഒബ്സർവ് ചെയ്തായിരുന്നു നടന്ന് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. മുമ്പിൽ ഒരു 100-150 മീറ്റർ ദൂരത്തിനപ്പുറത്ത് ഒരു ചെറിയ ഫ്ലാഷ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് റോഡ് വിട്ട് ഉള്ളിൽ കൂടെ 2 വശത്തും ജംഗിളിനകത്തേക്ക് കയറി നടക്കാൻ അദ്ദേഹം ഓർഡർ ചെയ്തു. എന്നിട്ട് ഈ ഫ്ലാഷ് കണ്ട സ്ഥലത്ത് അവർ ചെന്ന് നോക്കുമ്പോൾ അത് ആക്ച്വലി അവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നതാണ് കണ്ടത്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സൈക്കിൾ ഇരിക്കുന്നു. ആ സൈക്കിൾ എങ്ങനെയാണ് അവിടെ വന്നത് അത്രയും ജംഗിളിനകത്ത്? അതൊരു മിസ്റ്ററി ആയിട്ട് അവർ അതുകൊണ്ട് മനസ്സിലായത് സാധാരണ കാര്യമല്ല ഇവിടെ സൈക്കിൾ വന്നത്. എങ്ങനെയാണെന്നറിയാൻ വേണ്ടി അവിടെ എല്ലാം ചുറ്റും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിനപ്പുറത്തൊരു മരത്തിൻ്റെ പുറകിൽ ഒരു ബാറ്ററിയും വയറും, ഒരു വയറ് മുമ്പോട്ട് ലേ ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറകിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നു. അവിടെ ഒരാൾ കാത്തിരിക്കുകയായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെട്ടു ഇവരെ കണ്ടുകൊണ്ട്. അപ്പോൾ അവർ ഈ വയറ് ട്രേസ് ചെയ്ത് വന്നപ്പോൾ കണ്ടത് ഒരു 10-30 ബോംബുകൾ ഇവർ പോകുന്ന ഈ വഴിയുടെ 2 സൈഡിലുമായിട്ട് ഇത് ഒരു സീരീസായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ 50-60 പേര് കില്ലിംഗ് സോണിൽ, അതായത് ഇതിൻ്റെ ഈ ബോംബുകൾ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഡെറ്റോണേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇവരുടെ ഭാഗ്യത്തിന് ആ സൈക്കിളിൻ്റെ റിമ്മിലെ റിഫ്ലക്ഷൻ കണ്ട് അത് അലേർട്ടായി നോക്കിയത് കൊണ്ട് ഒരു വലിയ ഇൻസിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആ കില്ലിംഗ് സോണിൽ വരുമ്പോൾ 30-40 ബോംബ് ഒരുമിച്ച് പൊട്ടി ഇവരെല്ലാവരും തന്നെ മരിച്ചു പോയനെ. അതുപോലെ ഒരു വലിയ ഇൻസിഡൻറ്റിൽ നിന്ന് എൻ്റെ സമയത്ത് അവിടെ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ ഒപ്പം വന്ന ആ മറ്റേ ബറ്റാലിയന് അത്രയും ഭാഗ്യമുണ്ടായിരുന്നില്ല. അവർ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതേപോലെ ഒരു പട്രോളിങ്ങിന് ജംഗിളിനുള്ളിലേക്ക് പോയി. അത് കുറേ അധികം ദൂരെ പോയി തിരിച്ചു വരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജംഗിളിനുള്ളിലെ ഒരു ചെറിയ വില്ലേജിനടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ, സ്കൂളെന്ന് പറയാവുന്ന ഒരു ബിൽഡിങ്ങിൽ അവർ രാത്രികാലം കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. ആ രാത്രിയിൽ അവരവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റും വെളിച്ചമൊന്നുമില്ല, യാതൊരു ഫെസിലിറ്റിയും ഇല്ല, ജസ്റ്റ് ഒരു റൂഫ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അവർ താമസിക്കുന്ന സമയത്ത് നക്സൽസ് ആ ബിൽഡിങ്ങിനിട്ട് വന്നിട്ട് വെടിവെച്ചു. അവർ ഗ്രൂപ്പായിട്ടാണ് വന്നത്. ഇവർ തിരിച്ചു വെടിവെക്കാൻ നോക്കുമ്പോൾ ഒരു പറ്റം കന്നുകാലികളെ ആണ് മുമ്പിൽ കാണുന്നത്. അതായത് കന്നുകാലികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവർ അതിൻ്റെ പുറകിൽ നിന്ന് വെടിവെക്കുകയാണ് ചെയ്തത്. ഇവർ തിരിച്ചു വെടിവെച്ചെങ്കിലും കെയർഫുള്ളായിട്ടാണ് ചെയ്തത്. കാരണം വെറുതെ വെടിവെച്ച് കഴിഞ്ഞാൽ ഈ കന്നുകാലികളെല്ലാം ചത്തു പോകത്തേ ഉള്ളൂ. അത് വേറൊരു കോൺട്രവേഴ്സിയും കൂടെ ആവും. എനിവേ ആ ഇനിഷ്യൽ വെടിവെയ്പ്പിൽ 2 CRPFക്കാർ വീരമൃത്യു പ്രാപിച്ചു. എന്നിട്ട്
നേരം പുലരുന്നതുവരെ അവർ തിരിച്ച് വെടിവെച്ചുകൊണ്ട് സേഫാക്കി അവിടെ ഇരുന്നു. മോർണിംഗിൽ ഈ ഡെഡ് ബോഡിയും ഇഞ്ചുറായിട്ടുള്ള ഒരാളെയും എടുത്തുകൊണ്ട് അവർ മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നക്സൽസ് സൈഡിൽ നിന്നതിനെ അവരെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് റിപ്പോർട്ട് ചെയ്തു. ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള ഒരു നക്സൽ കേന്ദ്രത്തിൽ 2 ബറ്റാലിയൻ, അതും 100 കിലോമീറ്റർ ദൂരത്തിൽ, ഇതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവരുത്. നമുക്ക് ഇവരെ കീഴടക്കാൻ പറ്റത്തില്ല, കാരണം അത്രമാത്രം അവർ ശക്തരാണ്. നമുക്ക് അറ്റാക്കുകൾ നേരിടാനുള്ള കെൽപ്പ് ഇതിനില്ല. അതുകൊണ്ട് കൂടുതൽ ഫോഴ്സിനെ ഇവിടെ വിന്യസിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു മെസ്സേജ് കൊടുത്തു. അതുകൂടാതെ തന്നെ ഏരിയ വെപ്പൺസ്, വലിയ വലിയ വെപ്പൺസ് ഇവരെ തുരത്താൻ വേണ്ടി അതും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഡൽഹി ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഏരിയ വെപ്പൺസ് എല്ലാം കൊണ്ടെത്തുന്നു. അതുകൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബറ്റാലിയനുകൾ കൂടുതൽ ബറ്റാലിയൻ അവിടെ ഇൻഡക്റ്റ് ചെയ്തു. പണ്ട് എൻ്റെ ഓരോരോ കമ്പനികൾ ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് ഇന്ന് ഓരോരോ ബറ്റാലിയൻസ് ഉണ്ട്. അത്രയും മാത്രം അവിടെ ഇൻഡക്ഷൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 6 മാസം എൻ്റെ ജോലിക്ക് ശേഷം എനിക്ക് കമാൻഡൻ്റായിട്ട് പ്രൊമോഷൻ കിട്ടി. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മേഘാലയയിലേക്ക് ട്രാൻസ്ഫറായി പോയി. ഞാൻ മേഘാലയയിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് കാണും. അതിനിടയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. മറ്റേ ബറ്റാലിയൻ നാരായൺപൂറിലുണ്ടായിരുന്ന ആ ബറ്റാലിയൻ്റെ കമാൻഡർ, സെക്കൻഡ് ഇൻ കമാൻഡർ മിസ്റ്റർ VT മാത്യു, ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഗവർണർ വിസിറ്റ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത ആ സ്ഥലത്ത്, കുറച്ച് ഇൻറ്റീരിയർ വില്ലേജിലാണ്. ഗവർണർ ഹെലികോപ്റ്ററിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ മാത്യുവിൻ്റെ ടീമിനെ നക്സൽസ് ആംബുഷ് ചെയ്തു. സറണ്ടർ ചെയ്ത് രക്ഷപ്പെടാൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക, വെപ്പൺസ് കൊടുത്തിട്ട് എന്ന് അവർ ഇവർക്ക് വാർണിംഗ് കൊടുത്തെങ്കിലും മാത്യുവിൻ്റെ ടീം അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവർ നക്സലുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ നക്സൽസ് നല്ല ഫോർട്ടിഫൈഡ് ലൊക്കേഷനിലിരുന്നായിരുന്നു ഇവർക്കിട്ട് വെടിവെച്ചത്. അതിൽ മിസ്റ്റർ മാത്യു വീരമൃത്യു വരിച്ചു. അപ്പോൾ ഇൻസിഡൻസ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. നക്സൽസ് CRPFനെ മുഴുവൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കി മൈൻസ് ഒത്തിരി, അല്ലെങ്കിൽ ബോംബുകൾ, കുഴിബോംബുകൾ ഒത്തിരി നക്സൽസ് ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം കണ്ടതുകൊണ്ട് നമുക്ക് മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾസ് കുറേ അധികം CRPF ഡിപ്ലോയ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്തു. മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയുള്ള ഒരു വെഹിക്കിളാണ്. ചെറിയ ബോംബുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പോലും ഈ വെഹിക്കിൾസിന് വലിയ ഡാമേജ് സംഭവിക്കില്ല. അങ്ങനെയുള്ള അതിനകത്തുനിന്ന് ഉള്ള ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾസിലാണ് സീനിയേഴ്സും അല്ലെങ്കിൽ ഓപ്പറേഷൻസിന് പോകുന്ന ആൾക്കാരും മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പോകുന്നതിന് ശേഷം എൻ്റെ ബറ്റാലിയൻ കമാൻഡ് ചെയ്തിരുന്ന ആ കമാൻഡർ ഒരു മീറ്റിങ്ങിന് ആയിട്ട് ഒരു 50 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു, നക്സൽസ് എപ്പോഴും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെവിടെ പോകുന്നു എന്നുള്ളതെല്ലാം അവർക്കറിയാം. അവരുടെ ഇൻഫർമേഷൻസ് കിട്ടും. ഈ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ള വഴികൾ 1-2 ഉള്ളൂ. അപ്പം ഈ വഴികളിൽ കൂടെ അല്ലാതെ വേറെ വഴിയിൽ കൂടി തിരിച്ചു വരാൻ പറ്റില്ല. അവർ തിരിച്ചു വരുന്ന സമയത്ത് ആംബുഷ് ചെയ്തു. ആംബുഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിളിനെ ഇവർ കുഴി ബോംബ് കൊണ്ട് എക്സ്പ്ലോഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സാധാരണഗതിയിലൊരു ബോംബ് പൊട്ടിയാൽ ഈ വെഹിക്കിളിന് അധികം ഡാമേജ് സംഭവിക്കില്ല. പക്ഷേ അവർ 100 കിലോയോളമുള്ള ഒരു വലിയ ബോംബ് ആയിരുന്നു മണ്ണിൽ കുഴിച്ചിട്ടിരുന്നത്. ഈ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിളിൻ്റെ കീഴെ ആ ബോംബ് എക്സ്പ്ലോഡ് ചെയ്തു. ഈ വെഹിക്കിൾ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് താഴോട്ട് വീണു. അത് പൊട്ടിച്ചെതറിയില്ല. പക്ഷേ അതിനകത്തിരുന്ന 24 പേരും മരിച്ചുപോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വെഹിക്കിളിൻ്റെ കപ്പാസിറ്റി ആക്ച്വലി 12 ആയിരുന്നു. കോ-ഡ്രൈവറുടെ സീറ്റിൽ കമാൻഡർ ഇരുന്നിരുന്നു. അവർ 2 പേരും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. ബാക്കി 24 പേര്, 12 പേരുടെ കപ്പാസിറ്റിയുള്ള വണ്ടിയിൽ 24 പേര് ട്രാവൽ ചെയ്തിരുന്നു. പുറകിലിരുന്ന ആരും തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. ഈ എക്സ്പ്ലോഷനിൽ വണ്ടി മുകളിലേക്ക് പൊങ്ങിപ്പോയ സമയത്ത് അതിനകത്തിരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും തല പോയിട്ട് മുകളിലത്തെ റൂഫിൽ, ഇരുമ്പ് കൊണ്ടുള്ള റൂഫാണ്, അതിൽ ഇടിച്ചു. എല്ലാവരും തന്നെ കഴുത്തൊടിഞ്ഞാണ് മരിച്ചുപോയത്, അല്ലാതെ എക്സ്പ്ലോഷൻ്റെ ആഘാതത്തിലായിരുന്നില്ല.
രക്ഷപ്പെട്ടത് ഈ കമാൻഡർ മാത്രമായിരുന്നു, അദ്ദേഹം സീറ്റ് ബെൽറ്റിൽ ഇട്ടിരുന്നതുകൊണ്ട്. ഈ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ വെപ്പൺസ് ലൂട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി അവർ നക്സൽസ് 4 വശത്തു നിന്ന് വണ്ടിക്കിട്ട് വെടിവെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വളരെ ബ്രേവായിട്ടുള്ള ഈ കമാൻഡർ പുറത്തിറങ്ങി മരിച്ചു കിടക്കുന്ന ഈ ഓരോ ആളുടെയും വെപ്പൺ എടുത്തിട്ട് പല പല ഡയറക്ഷനിലേക്ക് വെടികുതിർത്തു. തന്നെ വിളിച്ചു പറഞ്ഞു, എടാ അങ്ങോട്ട് വെടിവെക്കുക, ഇങ്ങോട്ട് വെടിവെക്കുക, നീ അങ്ങോട്ട് വെടിവെക്കുക എന്ന് പറഞ്ഞു. ഇതെല്ലാം പറയുന്നത് ഇയാളും വെടിവെക്കുന്നതും ഇയാൾ തന്നെയായിരുന്നു. 4 ചുറ്റും വെടിവെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നക്സൽസിന് തോന്നി, ഇത് ഏകദേശം രാത്രിയായ സമയത്തായിരുന്നു, അതുകൊണ്ട് ശരിക്കും കാണത്തില്ലായിരുന്നു. നക്സൽസിന് തോന്നി ഈ ആൾക്കാരൊന്നും മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് അവർ വളരെ ക്ലോസ് ആയിട്ട് വന്നില്ല. ഇയാൾ ഒരു ഇൻഫർമേഷൻ വയർലെസ്സിൽ കൂടെ ആരെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ അവർ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്, വേഗം റീഇൻഫോഴ്സ്മെൻറ്റ് വരണം, രക്ഷിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തിട്ട് ഇയാൾ വെടി തുടർന്നു. ഒരു 3-4 മണിക്കൂർ ഇയാൾ ഈ നക്സൽസിനെ ദൂരം നിർത്തി പലരുടെയും വെപ്പൺ കൊണ്ട് വെടിവെച്ചു. എന്നിട്ട് ആമുനേഷൻസ് തീരുന്നതനുസരിച്ച് അതിന് തൊട്ടടുത്ത് ഒരു കുളമുണ്ടായിരുന്നു, നോർമൽ പോണ്ട്. ആമുനേഷൻ തീരുന്ന വെപ്പൺസ് മുഴുവൻ അയാൾ ഈ കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 24 വെപ്പൺസും അയാൾ അവസാനം വരെ വെടിവെച്ചിട്ട് അവസാനം ഇത് കുളത്തിലിട്ടു. കുളത്തിലിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബൈ ചാൻസ് ഇവർ വന്ന് ഫൈനലി ഇയാളെയും കൂടെ വകവരുത്തി കഴിഞ്ഞാലും വെപ്പൺസ് അവർ കൊണ്ടുപോകരുത്, അതുകൊണ്ട് കുളത്തിലിട്ടു. പക്ഷേ അയാളുടെ ഭാഗ്യം എന്ന് പറയാം, 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും റീഎൻഫോഴ്സ്മെൻ്റ് എത്തി. അവർ ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അതിനുശേഷം കുളത്തിൽ നിന്ന് വീണ്ടും ആ വെപ്പൺസ് എല്ലാം റിട്രീവ് ചെയ്തു. അങ്ങനെ മേജർ ഇൻസിഡൻറ്റ്സ് അത് നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം ഒരു വലിയ ഇൻസിഡൻറ്റിൽ ഏകദേശം 75 CRPFകാരെ ഒരുമിച്ച് അവർ ആംബുഷ് ചെയ്ത് വകവരുത്തി. അങ്ങനെ വളരെയധികം ഇൻസിഡൻറ്റ്സ് നടന്നിരുന്നു ഛത്തീസ്ഗഡിൽ. ഞാൻ അവിടെ മേഘാലയയിൽ പോയി 2 വർഷം അവിടെ സർവീസിന് ശേഷം വീണ്ടും എൻ്റെ ബറ്റാലിയൻ്റെ മൂവ്മെൻറ്റിൻ്റെ ടൈം വന്നു. അവിടെ ഓൾറെഡി ഞാൻ അവിടെ ചെല്ലുമ്പോൾ 1 വർഷം ആയിരുന്നു ആ ബറ്റാലിയൻ, 2 വർഷം കൂടെ ഞാൻ അതിനെ കമാൻഡ് ചെയ്തു. അവിടെ നോർത്ത് ഈസ്റ്റിൽ ഗാരോ മിലിറ്റൻസിനെ ഡീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ജോലി. ബംഗ്ലാദേശ് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മേഘാലയ. ഗാരോ ട്രൈബൽസ് ഗവൺമെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നക്സൽസിനെയും കാശ്മീരികളെയും വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ചെറിയൊരു മിലിറ്റൻറ്റ് ഗ്രൂപ്പായിരുന്നു. അവർക്ക് വെപ്പൺസിൻ്റെ സപ്ലൈ ഒക്കെ വളരെ മിനിമം ആയിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും ചെറിയ സപ്ലൈസ് ആയിരുന്നു വരുന്നത്. അവരെ വളരെ ഈസി ആയിട്ട് തന്നെ അടിച്ച് ഒതുക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ 2 വർഷം അവിടുത്തെ ലോക്കൽ പോലീസുമായിട്ട് ചേർന്ന് ഓപ്പറേഷൻസ് നടത്തിയതിന് ശേഷം എൻ്റെ സമയം വന്നു ബറ്റാലിയനുമായിട്ട് വീണ്ടും കാശ്മീരിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 2005 ബറ്റാലിയനുമായിട്ട് വീണ്ടും ഞാൻ കാശ്മീരിലേക്ക് മൂവ് ചെയ്തു.